ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓൺലൈനായിട്ട് നമുക്ക് ജെനുവിൻ മെത്തേഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാം. ഇതിനിപ്പോൾ പ്രായമുണ്ടെന്നുള്ള ഒരു ലിമിറ്റില്ല. ഇപ്പം നിങ്ങൾ ഒരു ആണാണോ പെണ്ണാണോ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇല്ല. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വീട്ടിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ ആ സൈറ്റ് ഏതാണെന്നും അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫൈവർ എന്ന് പറയുന്ന സൈറ്റ് തന്നെയാണ്. ഫൈവർ അപ്പോൾ നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടാവും, ഈ ഫൈവറിനെ പറ്റിയിട്ട് നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആവശ്യമുള്ളവർ, ഇപ്പോൾ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന കുറച്ച് പേരില്ലേ, അപ്പം അവർക്കും കുറച്ച് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്കില്ലെന്ന് പറയുമ്പോൾ ഈ കാണിക്കുന്ന ഫൈവറിലെ ഒരു പരിപാടിക്ക് നമുക്ക് സ്കില്ല് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ CEO എന്ന് പറയുന്നത് മൈക്ക അങ്ങനെ എന്തോ പേര്, പിന്നെ ഫൗണ്ടഡ് 2010 ഹെഡ് ക്വാർട്ടർ ഇസ്രായേലിലാണ്. നമ്പർ ഓഫ് എംപ്ലോയീസ് 787. 2021 കണക്കാണ് ഈ പറയുന്നത്. ഓക്കെ, അവൈലബിൾ ഇൻ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, ഡച്ച്, പോർച്ചുഗീസ്, ഇറ്റാലിയൻ. ഇതൊരു എന്താ പറയുക, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്ലേസ് ആണെന്ന് പറയാം, വർക്കിംഗ് മാർക്കറ്റ്. അതായത് എന്താണ് ഇതിനെ പറ്റിയൊരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ, കുറേ പേര് വർക്ക് അതായത് ഹയർ ചെയ്യാതെ, അതായത് ഇപ്പോൾ എന്തെങ്കിലും നമുക്കൊരു പോസ്റ്ററോ കാര്യങ്ങളോ ഒക്കെ വേണം, അപ്പോൾ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, നമ്മളിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരിക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കണ്ടുപിടിച്ചിട്ട് പൈസ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പാടുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മതിയല്ലോ. ആ ആവശ്യമുള്ള സമയത്ത് അവരെ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യും നമ്മുടെ കാര്യങ്ങൾ. ഇപ്പോൾ എനിക്കൊരു തംബ്നെയിൽ ഉണ്ടാക്കണം, യൂട്യൂബിൻ്റെ തംബ്നെയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഫൈവറിൽ കയറുന്നു, യൂട്യൂബിൻ്റെ തംബ്നെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഇതുപോലെ ഒരു ഇതാണ് ഞാൻ കൺസെപ്റ്റാണ് ഉദ്ദേശിച്ചത്, ആ ഒരു പുള്ളിക്കാരനെ കണ്ടുപിടിച്ചിട്ട് പറയുകയാണ് എനിക്കിതേപോലെ ഒരു യൂട്യൂബിലത്തേക്ക് തംബ്നെയിൽ ഞാൻ പറയുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തു തരണം. അപ്പോൾ ഓക്കെ, അവരൊരു ചെറിയൊരു എമൗണ്ട് വയ്ക്കും. ആ എമൗണ്ട് എന്ത് ചെയ്യുക, ഞാൻ കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഫൈവർ എന്ന് പറയുന്ന സൈറ്റിൽ കയറാം. ഓക്കെ, നമ്മുടെ ഫൈവർ ജസ്റ്റ് ഒന്ന് അടിക്കുക. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. എല്ലാം മൊബൈലിലാണെങ്കിൽ ഇച്ചിരി പാടാണ്, പക്ഷേ എന്ത് ചെയ്യുക, പാടൊക്കെ സഹിച്ച് ചെയ്യുക. ഓക്കെ, നമ്മൾ ഒന്നും ഈ നാട്ടിൽ ഫ്രീ അല്ല. ഓക്കെ, അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, സെർച്ച് ഫോർ എനി സർവീസ്, അതായത് പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക്, അതായത് ഒരു കാര്യം, അതായത് എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കാരെങ്കിലും ഒന്ന് തംബ്നെയിൽ ചെയ്തു തരുമോ എന്നുള്ളത്, പുറമേ വരുന്ന ഒരാൾക്കുള്ള ഇൻ്റർഫേസ് ഇതാണ്. ഓക്കെ, ഞാനിപ്പോൾ യൂട്യൂബ് തംബ്നെയിൽ ഒന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് തംബ്നെയിൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് തംബ്നെയിൽ ഒന്ന് അടിച്ചു. അപ്പോൾ നോക്ക്, ഇതിൻ്റെ അകത്ത് കുറേ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു ഓൺലൈൻ മണി മേക്കിംഗ്, അതായത് ഓരോ മണി മേക്കിംഗ് എന്നല്ല, ഒരു വർക്ക് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആരും വിചാരിക്കരുത്, അതായത് നമ്മൾ കുറേ യൂട്യൂബ് ചാനലിൽ ഓരോരുത്തരും ഇരുന്ന് പറയുന്നുണ്ട്, അതായത് 2 മിനിറ്റ് കണ്ടു ഇങ്ങനെ കിട്ടി, അതായത് ലൈന് വരച്ചു 40,000, പിന്നെ 2 പ്രാവശ്യം കമ്പ്യൂട്ടറിലിട്ട് ഇങ്ങനെ കുത്തിയപ്പോൾ 50,000 60,000 എനിക്ക് കിട്ടി. അങ്ങനത്തെ വീഡിയോസ് ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യില്ല, അതെൻ്റെ വാക്കാണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം ആദ്യം. നിങ്ങൾ വർക്കിംഗ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ അതൊക്കെ വരുന്നതിന് മുമ്പിട്ട് ഈ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പം ഇതിൽ എനിക്കിപ്പോൾ ഒരു ക്യാച്ചി ആയിട്ട് തോന്നുന്ന തംബ്നെയിൽ ഇതാണെന്ന് വെച്ചാൽ എലോൺ മസ്കിൻ്റെ ഒരു തംബ്നെയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇതൊരു വീഡിയോ ഒരു ഫോർമാറ്റിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് ഒക്കെ ഉള്ള ഒരു മിസ്റ്റർ ബീസ്റ്റ് യൂട്യൂബറിനെ അറിയാമല്ലോ, ആ യൂട്യൂബറൊക്കെ തംബ്നെയിലൊക്കെ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ താഴെ എത്തി. അപ്പോൾ ഹംസ എന്ന പേരുള്ള ഒരു വ്യക്തി, നമ്മുടെ പേര് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രാങ്ക്ലിൻ, ഇത് സോമു, മാരോ, അങ്ങനെ ഓരോരുത്തരും ഓരോ പേരിട്ടിട്ടുണ്ട്. അഹമ്മദ് ഡിസൈൻസ്, നിയോ, പിന്നെ ഋഷിക, അങ്ങനെ കുറേ പേരിട്ടിട്ടുണ്ട്. ഓക്കെ, ഇവരെല്ലാം എന്ത് ചെയ്ത് അവരുടെ ഓരോരോ കാലിബറിനനുസരിച്ച് അവരവരുടെ ഒരു കഴിവിനനുസരിച്ച് അവരെന്ത് ചെയ്യുക, തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ കണക്കിന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ ഇതെടുക്കുകയാണ്. എനിക്കിതേപോലെ ഒരു, അല്ലെങ്കിൽ മിസ്റ്റർ ബീസ്റ്റിനെ ചെയ്യണം. 1724 രൂപയാണ് പെർ തംബ്നെയിൽ ഞാൻ കൊടുക്കേണ്ടത്. പെർ തംബ്നെയിലാണെന്ന് ഞാൻ നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ.
ഓക്കെ ഓക്കെ 1 യൂട്യൂബ് തമ്മിൽ അത് HD JPG അല്ലെങ്കിൽ PNG എന്ന് പറയുന്ന ഫോർമാറ്റിൽ ചെയ്ത് തരുന്നതിന്, അതായത് ഞാൻ ഇപ്പം ഇതിൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺടാക്റ്റ് ആ പുള്ളിനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഇമേജ് കൊടുക്കും, ഇതുപോലെയാണ് എനിക്ക് ചെയ്തു തരേണ്ടത്, അല്ലെങ്കിൽ ഇത് കുറേ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ കൺസെപ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. 2503 ഓർഡർ ക്യൂവിലുമാണ്. ഓക്കെ, 2503 എനിക്ക് തോന്നുന്നത് ഒരു റേറ്റിംഗ് ആയിരിക്കും, ഇത് ചെയ്തവരല്ലേ എന്തായാലും. അപ്പം 13 പെൻഡിങ്ങും കിടക്കുവാണ്. അപ്പം 13 ഓർഡർ എന്താണ്, പെൻഡിങ് കിടക്കുവാണ്. ഈ പെൻഡിങ് തീർന്നാലേ നമ്മളിപ്പോൾ ഓർഡർ ചെയ്താലും ഇപ്പോൾ 14 ഓർഡർ അതെല്ലാം തീർത്താലേ നമ്മുടെ ഒരു ഓർഡർ കിട്ടുള്ളൂ. അപ്പം ഒരു യൂട്യൂബ് തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട് 3 മണിക്കൂർ മതി എന്നാണ് ഇവർ പറയുന്നത്, ഈ ഒരു ആൾ പറയുന്നത്, ഹംസ പറയുന്നത്. അപ്പം ഈ ഹംസ 2500 നമുക്കിടാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നിനക്ക് ചെയ്തുകൂടെ എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, 1724 ഇൻറ്റു എത്ര പറയുന്നത്, 2500, 2000 കേട്ടെ. ഇതിപ്പോൾ എത്രയായി? ഓക്കെ, ഇത്രയും എമൗണ്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. നിങ്ങൾക്കിതൊരു ചിരിയായിരിക്കാം, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഇതാണ് കറക്റ്റ് വർക്ക് ഫ്രം ഹോം. അല്ലാതെ മറ്റേ യൂട്യൂബും ലൈനും ക്യാപ്ചയും വരച്ച് ക്യാപ്ച ടൈപ്പിംഗ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സ്കാമാണ്. ഞാൻ പറഞ്ഞു തരാം, മനസ്സിലായില്ലേ? നമ്മളെ ഡാറ്റ എല്ലാം ലോസ് ആവും. ഓക്കെ, അപ്പം 13 ഓർഡർ ക്യൂ ഉണ്ട്. ഞാൻ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ചീപ്പായിട്ടുള്ളത്, ഇതിൽ ചീപ്പല്ല, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്ലേസിൽ. അപ്പം ഈ ഒരു പുള്ളിക്കാരൻ ലെവൽ 2 ആളാണ്. പിന്നെ സ്ഥലം മൊറോക്കോ. അതായത് ഇപ്പോൾ ഞാനൊരു പ്രൊഫൈൽ കയറ്റിയത് എൻ്റെ പേര് ഇത് ഇന്ത്യ എന്ന് കാണിക്കും, ആവറേജ് 1 hour എന്ന് കാണിക്കാം. പിന്നെ ഞാൻ സ്ഥലം കാണിക്കും, എൻ്റെ പേര് ബിജോയ് എന്ന് കാണിക്കും. ഇതേപോലെ ഹലോ, ഐ എം ഗ്രാഫിക് ഡിസൈനർ, ഐ എം ഓഫറിംഗ് പ്രൊഫഷണൽ വർക്ക് ഓൺ ഫൈബർ, പ്ലീസ് ചെക്ക് ഔട്ട് മൈ ഗിഗ്സ് ഫോർ മോർ ഡീറ്റെയിൽസ്, ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഓക്കെ, ഇങ്ങനെയും വച്ചിട്ടുണ്ട്. ഓക്കെ, അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള മെത്തേഡും കൂടെ ഞാൻ ഈ ഒരു ചാനലിൽ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങനെ നോക്കാനാണ് കയറി. ഇതേപോലെ എന്തൊക്കെ നോക്കുന്നത്, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് സ്കില്ലും കാര്യങ്ങളൊന്നും വേണ്ട, സ്കില്ലില്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ വെഡ്ഡിങ് ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു. ഇതിപ്പോൾ വീഡിയോ ഫോർമാറ്റിൽ അവർ ഇട്ടിരിക്കുകയാണ്. ഇതുപോലെ അപ്പോൾ കപ്പിൾസിൻ്റെ, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നമ്മുടെ ഇതൊക്കെ തരും, അതായത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് അടിക്കില്ലേ, അതായത് അതേപോലെ ഒരു ഡിജിറ്റലി വേണമെന്നുള്ളവർക്കാവാം. ചിലപ്പം ഇത് എന്ത് ചെയ്യുക, അവർ പ്രിൻറ്റിങ് യൂണിറ്റ് കൊടുത്തിട്ട് ആ ഒരു അവരുടെ കൺസെപ്റ്റിനനുസരിച്ചുള്ള ഡിസൈൻ ആവാം. അപ്പോൾ അവരെന്ത് ചെയ്യുകയാണ്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടമാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണത്തിന് എലീന എന്ന് പറയുന്ന ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. കുറേ ഫോട്ടോസ് ഉണ്ട്, അവർ പറയുന്നതനുസരിച്ച് കസ്റ്റം ചെയ്ത് കൊടുക്കും. അപ്പം ഒരു ഇതിന് 3017 രൂപയാണ് ചാർജ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? 68 ക്ലയൻറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 4.9 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 3000, അപ്പം 10 പേര് 30,000 രൂപയായി. അപ്പോൾ എത്ര രൂപ ഇവർ ഏൺ ചെയ്ത് കാണും? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എടുക്കും, പേഷ്യൻറ്റ് ആയിരിക്കണം. ഓക്കെ, ഞാനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, എനിക്കൊന്നും സമയമില്ല, കാരണം 7 തൊട്ട് ഒരു ഷോപ്പിലാണ്, 7 തൊട്ട് 8 മണി വരെ ആ ഒരു സമയം കിട്ടാത്തത് കൊണ്ടാണ് ഒരു പാട്. എന്തായാലും ഇതിലോട്ട് വരണം. ഓക്കെ, ഈ ആദ്യം നമുക്ക് ഫൈവറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ബിക്കം എ സെല്ലർ എന്ന് കൊടുക്കുക. ബിക്കം എ സെല്ലർ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ വീണ്ടും ബിക്കം എ സെല്ലർ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു ഇമെയിൽ ID നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഇമെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ഓക്കെ, ലേൺ വാട്ട് മേക്ക് സക്സസ്ഫുൾ, ക്രിയേറ്റ് യുവർ സെല്ലർ പ്രൊഫൈൽ, പബ്ലിഷ് യുവർ, കണ്ടിന്യൂ എല്ലാം കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഫുൾ നെയിം നിങ്ങളുടെ പേരടിച്ചു കൊടുക്കുക. ടൈപ്പ് യുവർ ഡിസ്പ്ലേ നെയിം, നിങ്ങൾക്ക് എന്താണോ, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ മുസ്തഫ അല്ലേ, മുസ്തഫെങ്കിൽ മുസ്തഫ, ആരെങ്കിലുമൊക്കെ അവരുടെ പേര് എന്താണ് നിങ്ങൾക്ക് കാണിക്കാനുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബിജോയ് ഗ്രാഫിക്സ് ഡിസൈൻ എന്ന് ഞാൻ അവിടെ അടിച്ചു. എന്നിട്ട് എൻ്റെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്തു. എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ഞാനൊരു ചെറിയ രീതിയിലൊന്നല്ല, നിങ്ങൾക്ക് വേണ്ടതുള്ള കസ്റ്റം കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് തരും, മനസ്സിലായില്ലേ? കസ്റ്റമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും എന്ന് അവരുടെ അടുത്ത് പറയുക. ഓക്കെ, ആ ഒരു നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പ്രൊഫഷണൽ ഇൻഫോയ്ക്കകത്ത് നിങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ലിങ്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അക്കൗണ്ട് സെക്യൂരിറ്റി, നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പിന്നെ ഞാനിത് ചെയ്ത് കാണിക്കായിരുന്നു, പിന്നെ കാണിച്ചില്ലെന്നേ ഉള്ളൂ, അല്ല ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇത് ജെനുവിനാണ്, പിന്നെ സമയം കുറവുണ്ടാട്ടെ. പിന്നെ അത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇപ്പം നിങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് വർക്ക് എന്ന് ഉള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇതേപോലെ നിങ്ങൾക്ക് ഓരോരോ പോസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിടാനായിട്ട് പറ്റും. ഓക്കെ, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുക എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഒരു ഫ്രീ ഗ്രാഫിക് ഡിസൈൻ ടൂളുണ്ട്. അതായത് ക്യാൻവ എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്യാൻവ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ക്യാൻവ എന്ന് പറയുന്ന ടൂൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പെയ്ഡ് വെർഷൻ ഉണ്ട്, ക്യാൻവയ്ക്കകത്ത് പ്രോ വേരിയൻ്റ് ഉണ്ട്. ഈ പ്രോ വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് കുറേ കാര്യങ്ങൾ അൺലോക്ക് ആവത്തുള്ളൂ. അതായത് കുറേ ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇവരിപ്പോൾ തംബ്നെയിലൊക്കെ ചെയ്തില്ലേ, ഈ തംബ്നെയിൽ അതിൽ ചെയ്യാം, വെഡ്ഡിങ് കാർഡ് ചെയ്യാം, വിസിറ്റിംഗ് കാർഡ് ചെയ്യാം, ഈ ക്യാൻവയ്ക്കകത്ത് എന്ത് വേണോ ചെയ്യാം. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇതുപോലെ നമുക്കൊരു തംബ്നെയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ക്യാൻവയ്ക്കകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബ് എന്നടിക്കുക, യൂട്യൂബ് തംബ്നെയിൽ ജസ്റ്റ് ഒന്ന് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇതാ ഇതുപോലെ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ യൂട്യൂബ് തംബ്നെയിൽ വന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ ഒരു ഹെഡിൻ്റെ പോർഷൻ കാണിക്കണം, ഒരു കിങ്ങിൻ്റെ ഒരു കിരീടം പോലത്തതിന് ഈ പ്രോ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്യാഷ് കൊടുക്കണം. അതായത് ഒരു മാസം 495 രൂപയാണ്. പിന്നെ ഒരു വർഷത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4000 രൂപ അങ്ങനെ എന്തോ ആണ് ഇതിൽ കിട്ടാറ്. ഓക്കെ, നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഇപ്പോൾ പൈസ കൊടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഹൗ ടു മേക്ക് 3K പെർ വീക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് കൊടുക്കുകയാണ്. ചിലപ്പോൾ ഇതിൽ കോപ്പിറൈറ്റ് എലമെൻറ്റ്സ് കാണും, നമുക്ക് നോക്കാം കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഇമേജ് എനിക്ക് കസ്റ്റം ചെയ്യണം. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, ഇതിനെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഡിലീറ്റിൻ്റെ അവിടെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇമേജ് ഉണ്ട്, ഫ്രെയിമുണ്ട്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇമേജ് എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ഇമേജ്. എനിക്ക് ഇമേജ് വേണ്ട എന്ന് വയ്ക്കുക. ഇത് ഹൗ ടു എന്നുള്ളത് ഞാനിപ്പോൾ ഒരു സബ്സ്ക്രൈബ് ജസ്റ്റ് ഇത് ഉദാഹരണമാണ്. അത് അവർ നമ്മളെ ക്ലയൻറ്റ് തരും പോലെയാണ് നമ്മളവിടെ സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇതുപോലെ അവർ പറയും പോലെ ഉദാഹരണത്തിന് ഇപ്പോൾ തംബ്നെയിൽ ഡിസൈൻ അല്ലെങ്കിൽ റെഡി ടു മേക്ക് ഡിസൈൻ അതായത് നമ്മളിപ്പോൾ തംബ്നെയിലിൽ ഞാനിപ്പോൾ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് ഒരു തംബ്നെയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം. ഇത് മലയാളത്തിൽ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ഇംഗ്ലീഷ് ആൾക്കാരായതുകൊണ്ട് അപ്പോൾ ഇംഗ്ലീഷിലുള്ള തംബ്നെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരാറ്. പിന്നെ ഇവരുടെ ഇമേജസ് ഒക്കെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്ത് വെക്കാം, മനസ്സിലായില്ലേ? കാരണം നമ്മളൊരു പ്രൊഫഷണൽ ആളല്ലല്ലോ. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു ഇമേജ് അപ്ലോഡ്സിൽ പോയിട്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇമേജിനെ എടുത്തിട്ടു, എന്നിട്ട് എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടൂൾസിൻ്റെ അവിടെ BG റിമൂവർ, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾക്ക് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൈസ നമ്മൾ കൊടുക്കണം. അവിടെ കൊടുക്കണ്ട, മനസ്സിലായില്ലേ? പൈസ കൊടുക്കാൻ നമ്മൾ അതിലില്ലല്ലോ. പക്ഷേ ക്വാളിറ്റി തംബ്നെയിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇത് ഒഴിവാക്കാനും പാടില്ല. ഓക്കെ, നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ കുറയ്ക്കാം. നമുക്ക് എന്ത് ചെയ്യാം, അഡോബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഉണ്ട്. അഡോബ് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഓൺലൈനാണ്, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്താ ഫ്രീ ഇമേജ് ബാക്ക്ഗ്രൗണ്ട്, അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് എടുക്കേണ്ട ഇതില്ലേ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തുള്ള ഫോർമാറ്റിൽ കിട്ടും, അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ക്യാൻവയിൽ വന്നിട്ട് അപ്ലോഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ഈ ക്യാൻവയുടെ ട്യൂട്ടോറിയലിൻ്റെ സെക്ഷൻ ഞാൻ ഫുള്ളും ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, അതുവഴി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിനകത്തുള്ള എലമെൻസും കാര്യങ്ങളല്ല. ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുമായിട്ടാണ് അതൊന്നും പറയാത്തത്. അപ്ലോഡ്സിൽ ചെന്നിട്ട് അപ്ലോഡ് ഫയൽ കൊടുക്കുക, നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഫയല് ഇതിലോട്ട് വരും. ഇതിലോട്ട് വന്നതിന് ശേഷം നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ടായിട്ടുള്ള ഫയൽ കിട്ടും. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ തംബ്നെയിൽ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഐഡിയാസ് അനുസരിച്ചാണ്. ഞാൻ പറഞ്ഞ ചെറിയൊരു സ്കില്ല് മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഇതുപോലെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാ ഇമേജും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ട് ഇതായാലും എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അതായത്
പിന്നെ കംപ്ലീറ്റ്ലി കറക്റ്റ് എങ്ങനെ ഒരു തംബ്നെയിൽ ചെയ്യണം, ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്, അതാണ് ഞാൻ ചെയ്യാത്തത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാൻവയിൽ നോക്കി പഠിക്കുക. ക്യാൻവ സിമ്പിളാണ്, അതായത് വലിയ സ്കില്ലൊന്നും വേണ്ട. എന്നെപ്പോലെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ്, എനിക്ക് ഈ ഒരു ഇമേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ പോകുന്നു കണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, നീലയാക്കണം. ജസ്റ്റ് നീലയാക്കി നമ്മളൊരു യുണീക്കായിട്ട് ചെയ്യുക. ഓക്കെ, ഈ ക്യാൻവയിൽ അവർ തരുന്നതിനെ കാട്ടിയിട്ട് എന്ത് ചെയ്യുക, ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, ഇത് യൂട്യൂബ് തംബ്നെയിലിൻ്റെ കാര്യം. അടുത്ത് ജസ്റ്റ് വെഡിങ്, എന്തു വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കിട്ടും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം, വെഡിങ് ഇൻവിറ്റേഷൻ ഇതാ കാണുന്നുണ്ടല്ലോ. ഓക്കെ, വരട്ടെ. ഓക്കെ, ഞാൻ ഇത് ഒന്ന് സെലക്ട് ചെയ്യുന്നു, കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ അകത്ത് നമുക്ക് അവർ തരുന്ന ഡീറ്റെയിൽസ് എടുക്കുക. അതായത് എന്താണോ അവർ തരുന്നത്, അതായത് ഇപ്പോൾ അവർക്ക് ഇവിടെ സേവ് ദ ഡേറ്റ് എന്നായിരിക്കാം ചിലപ്പോൾ, പിന്നെ ബ്രൈഡിൻ്റെ പേര് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ബിജോയ് എന്നടിക്കുക, വീണ്ടും ബിജോയ് എന്നടിക്കാം. ഞാൻ തന്നെ എന്നെ കെട്ടുകയാണേ. ഓക്കെ, പിന്നെ ഇനി എന്നാണ് ഇവിടെ വച്ചിട്ടുള്ള സ്ഥലമൊക്കെ ഉള്ളത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, തംബ്നെയിൽ ചെയ്യുമ്പോൾ, ഇതുപോലത്തെ തംബ്നെയിൽ ചെയ്യുമ്പോൾ മനസ്സിലായില്ലേ, ഡൗൺലോഡ് PNG കൊടുക്കുക. മനസ്സിലായില്ലേ, അതായത് തംബ്നെയിലാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് PNG ഫോർമാറ്റിൽ അവർക്ക് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PDF പ്രിൻ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, PDF പ്രിൻ്റ് അതെന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയിലുള്ള റെസൊല്യൂഷനിലുള്ള ഇമേജ് നിങ്ങൾക്ക് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ PDF പ്രിൻ്റിലുള്ളത് എടുത്തിട്ട് ജസ്റ്റ് PDF to JPG കൺവേർട്ടറുണ്ട്, PDF to PNGയോ JPGയോ എല്ലാം കൺവേർട്ട് ചെയ്യുന്ന ഓൺലൈൻ ടൂൾസ് ഇഷ്ടം പോലെ അവൈലബിൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ഇമേജ് ആയിട്ട് കിട്ടും, ഡൗൺലോഡ് ചെയ്യുക. അതെന്ത് ചെയ്യുക, ഇവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഈ ഒരു ഫൈവർ എന്ന് പറയുന്ന ഇത് ഒരു സോഫ്റ്റ്വെയർ അല്ല, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കിംഗ് മെത്തേഡ്. ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങളെ വീണ്ടും ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ്. അല്ലാതെ മറ്റേ ലൈനും ക്യാപ്ച അതെല്ലാം ഞാൻ ഫേക്ക് എന്നല്ല പറയുന്നത്, കുറേ കാര്യങ്ങളൊക്കെ ഒരു ഫേക്കായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന് സമയമെടുക്കും. ഓക്കെ, നല്ല പേഷ്യൻസ് ഉള്ളവർ മാത്രം ഇതിനകത്തോട്ട് കയറുക. ഓക്കെ, നമുക്കിപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഞാൻ യൂട്യൂബിൻ്റെ തംബ്നെയിൽ ഡിസൈൻ ഉണ്ടാക്കും, ഇട്ടിട്ട് ഇങ്ങനെ കാത്തിരുന്നിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയരുത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതേപോലെ കുറേ ആഡുകൾ നിങ്ങൾ സെറ്റ് ചെയ്തിടുക. ഇത് ക്യാൻവയിൽ തന്നെ ചെയ്യാം, ഇതും ക്യാൻവയിൽ ചെയ്യാം. അതാണ് എൻ്റെ പ്രത്യേകത. ഐ വിൽ ഡിസൈൻ യൂട്യൂബ് കവർ, ചാനൽ ആർട്ട്, വീഡിയോ തംബ്നെയിൽ എല്ലാം ചെയ്ത് കൊടുക്കപ്പെടും. 431 രൂപയ്ക്ക്, വില കുറവാണ്. ഇത് 431, 862. ഈ പ്രൊഫഷണലും അവരുടെ ഹാർഡ് വർക്കും കൂടുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, എമൗണ്ട് കൂട്ടും. ഇതൊക്കെ നോക്ക്, എലോൺ മസ്കിൻ്റെയൊക്കെ 4309, പക്ഷേ 439 റേറ്റിംഗ്. ഇപ്പോൾ 400 എടുത്താലും എന്തുമാത്രം അദ്ദേഹം ഉണ്ടാക്കി എന്ന് മനസ്സിലായില്ലേ. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു ചെറിയ സ്കില്ലാണെങ്കിലും അത് ഈസി അല്ല, പക്ഷേ ഒരു ചെറിയൊരു ടൈപ്പ് ഓഫ് ഹാർഡ് വർക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് വേണം. മനസ്സിലായില്ലേ, ഇതിനൊരു ഡെഡിക്കേഷൻ കൊടുക്കണം. പിന്നെ ടൈം ഉള്ളവർ ചെയ്യുക. ഓക്കെ, ടൈം ഇല്ലാത്തവർ ഇതിൻ്റെ പിറകെ പോരുത്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് വീണ്ടും ഞാൻ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.